ഈ മഴക്കാലത്തുള്ളൊരു വലിയ പ്രശ്നമാണ് നമുക്ക് ജോലിക്ക് വന്നവർക്ക് ഡ്രസ്സ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സും കൂടെ ഉള്ളെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡ്രസ്സ് പിന്നെ ഒരു ഒക്കലായിരിക്കും, നമുക്കത് നനഞ്ഞ ഡ്രസ്സ് ഇടുമ്പോൾ അതിൻ്റെ തന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ സ്ഥിരം കലാപരിപാടിയാണ് ഈ ഡ്രസ്സ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അയൺ ചെയ്യുക എന്നുള്ളത് കേട്ടോ. സാധാരണ ഞാനങ്ങനെ ഡ്രസ്സ് അയൺ ചെയ്തിട്ടുകൊണ്ട് പോകുന്ന ആളല്ല. പക്ഷേ ഈ നനഞ്ഞിരിക്കുന്ന ഡ്രസ്സ് അയൺ ചെയ്തില്ലെങ്കിൽ പിന്നെ അയൺ ചെയ്തൊന്ന് വിരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ആകെ സമാധാനക്കേടാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന്, അതായത് 2 ദിവസമായിട്ട് നമ്മൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഉണങ്ങാത്തതുകൊണ്ട് എന്തൊരു നല്ല വെയിൽ കൊണ്ട് ഉണങ്ങാത്തതുകൊണ്ട് അതിനൊരു തൃപ്തിക്കുറവ് പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് രാവിലെ ഒന്ന് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അയൺ ചെയ്തൊക്കെ കഴിഞ്ഞപ്പം മുഖത്തെ ഭയങ്കരമായിട്ട് കരിവാളി പോലെ തോന്നി. അപ്പോൾ ഇത് മഞ്ഞപ്പൊടി ആട്ടോ, മഞ്ഞപ്പൊടിയും കുറച്ച് പാലും അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാലൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുഖത്ത് ഭയങ്കരമായിട്ട് മഞ്ഞപ്പ് തോന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഞ്ഞപ്പ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പാലല്ലെങ്കിൽ പാൽപ്പൊടി മിക്സ് ചെയ്യുകയാണെങ്കിൽ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. കരിവാളിപ്പ് നന്നായിട്ട് മാറും. വെളുക്കുമെന്നല്ല, നമ്മുടെ മുഖത്തുള്ള വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പ് ടാനൊക്കെ ഭയങ്കരമായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള നല്ല റിസൾട്ടാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇട്ടിട്ടങ്ങ് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഇട്ടപ്പോഴത്തേക്കും അവന് വേണമെന്ന് പറഞ്ഞു കേട്ടോ. സാധാരണ മുഖത്തൊരു പൗഡർ പോലും ഇടാത്തവനാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ പുള്ളിക്ക് ക്രീം ഇടണം, ഇത് മുഖം വെളുക്കണം, അല്ലെങ്കിൽ മുഖമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നു. അപ്പോൾ മുഖത്തൊക്കെ നല്ല കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറിയതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചെന്ന് പറഞ്ഞ് റിസൾട്ട് കിട്ടില്ല. നമ്മൾ കുറച്ച് എല്ലാ ദിവസവും നിങ്ങളൊരു 10 മിനിറ്റ് നമ്മൾ ഇടുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു. സാധാരണ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ മുറ്റത്തൊന്നും ഇറങ്ങി നടക്കാറില്ല കേട്ടോ. ഇത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് പോകാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട്. എനിക്ക് ഇങ്ങനെ എല്ലാം തിരുത്തി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.